ഷമി, നീ എന്റെ കാർഡിൽ നിന്ന് പൈസ എടുത്തോ? പൈസ ഡെബിറ്റ് ആയേക്കുന്നല്ലോ. ആ, ഞാനൊരു സാരി വാങ്ങിയായിരുന്നു. 10,000 രൂപയ്ക്ക് മുകളിൽ പോയെങ്കിലോ? 10,000 സംതിങ് രൂപ. ആ, എന്റെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് ആണ് കേട്ടോ, അടുത്ത ആഴ്ച. അപ്പൊ ഞാൻ ഒരു പുതിയ സാരി വാങ്ങിയതാ, കാണിക്കാൻ മറന്നു. അപ്പൊ കഴിഞ്ഞ ആഴ്ച വാങ്ങിയതോ? അതൊരു പ്രാവശ്യം ഉടുത്തതല്ലേ, അവർക്ക് എപ്പോഴും ഉടുക്കാൻ പറ്റുമോ? എല്ലാരും ശ്രദ്ധിക്കുന്നതാണ്, പറ്റില്ല. നീ എന്നെ പിച്ചച്ചട്ടി അടുപ്പിക്കും അല്ലേ? എന്റെ വാപ്പ നല്ല സ്ത്രീധനമൊക്കെ തന്നല്ലേ നിങ്ങളിവിടെ കെട്ടിച്ചു വിട്ടത്. അപ്പൊ പിന്നെ എന്തിനാണ് ഞാൻ പിച്ചച്ചട്ടി എടുപ്പിക്കുന്നത്? അതിൽ നിന്ന് എടുത്ത് ചെലവാക്കണം. അതെല്ലാം ഇവിടെ ഭദ്രമായിട്ടുണ്ടല്ലോ, വീടുണ്ട്, വസ്തുണ്ട്, എല്ലാം നിന്റെ സേഫ് ആയിട്ടുണ്ട്. ഇത് എന്റെ വരുമാനത്തിൻ്റെതല്ലേ, അത് നീ നോക്കി ചെലവാക്കണ്ടേ? എനിക്ക് അങ്ങനെയൊക്കെ പറ്റൂ, ഞാൻ അങ്ങനെയാണ് വളർന്നത്. എനിക്ക് അത്രയും ചെലവൊക്കെ ആക്കണം, എനിക്ക് ആ രീതിയിൽ തന്നെ ജീവിക്കണം. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഒരു പുതുതായിട്ട് ഒരു ക്ലാസ്സിനൊക്കെ ചേർന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് ക്യാഷ് ഇന്നൂടെ വേണം കേട്ടോ. ഇക്കാ, ഈ തുണ്ടിനകത്തുള്ള സാധനമല്ല ഒന്ന് വാങ്ങിക്കൊണ്ട് വരണേ. നമ്മളെ ഈ മാസത്തെ സാധനങ്ങൾ മൊത്തം മേടിച്ചല്ലോ. ഇതെന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, അവർക്കൊരു ചെറിയ ട്രീറ്റ് കൊടുക്കാനാ. അത്രയ്ക്ക് വേണോ? ഇത്രയും സാധനം വാങ്ങണോ? പിന്നെ അവർക്കെന്ന് പറഞ്ഞാൽ വലിയ ക്യാഷ് ടീമാണ്. എന്റെ സ്റ്റാറ്റസിനെ ബാധിക്കുന്നതാണ്. ഒരു കാര്യം, ഇത് മാത്രം പോരാ, ഞാൻ കുറച്ച് ചിക്കനും മട്ടനും കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട് കടയിൽ വിളിച്ച്, അതും കൂടെ എടുത്തോണ്ട് വരണേ. ഞാൻ പേയ്മെന്റ് എല്ലാം കൊടുത്തേക്കണം. എന്റെ സ്റ്റാറ്റസിനൊത്ത് വേണം എന്റെ ഫ്രണ്ട്സിനെ സ്വീകരിക്കേണ്ടത്. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ അങ്ങനെ വളർന്നതാണ്. ശരി, വാങ്ങിയിട്ട് നേരത്തെ വരണം കേട്ടോ. മറക്കല്ലേ, ആ മീറ്റും കൂടെ വാങ്ങിക്കൊണ്ട് വരണേ, മറക്കല്ലേ. അതെ, എനിക്കൊരു 2,000 രൂപ വേണം. എനിക്കൊന്ന് ബ്യൂട്ടി പാർലറിൽ പോകണം, കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല, മാസം അവസാനമാണ്, കയ്യിരുന്ന കാശ് മൊത്തം തീർന്ന്. ഞാൻ ഇപ്പൊ കടം പേടിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. നിന്റെ ദൂരത്തൊന്ന് കുറയ്ക്കേ. എനിക്ക് പൈസ വേണം, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ, എന്റെ കാര്യങ്ങൾ പിന്നെ ആരാണ് നോക്കുന്നത്? ഞാൻ ജോലിക്ക് പോകാനോ? നിങ്ങളാണ് എന്റെ ഭർത്താവെങ്കിൽ നിങ്ങൾ തന്നെ എനിക്ക് ചെലവിന് തരണം, അല്ലാതെ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കണം. എന്റെ വാപ്പ എങ്ങനെ എന്നെ നോക്കിയോ അതേപോലെ എന്റെ എല്ലാ ചെലവും. ഞാൻ ജോലിക്ക് പോവില്ല, എന്നെ കൊണ്ട് ജോലിക്ക് പോകാൻ കഴിയില്ല. നിങ്ങൾ തന്നെ എല്ലാ ചെലവും ചെയ്യണം. എനിക്ക് വേണ്ടത്, എനിക്ക് നാളെയും കുറെ ആവശ്യങ്ങളുണ്ട്, എനിക്ക് കുറച്ച് ക്യാഷ് വേണം. നിങ്ങൾ എവിടുന്നെങ്കിലും അറേഞ്ച് ചെയ്തേ പറ്റൂ. ക്യാഷ് ഒന്നുമില്ല, എനിക്ക് അറേഞ്ച് ചെയ്തേ പറ്റൂ. ഇപ്പൊ തന്നെ മൊത്തത്തിൽ ഞാനാകെ കടം കയറി നിൽക്കുക, കടം കയറി മുങ്ങിയൊക്കെ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? പറ്റില്ല. ഞാൻ പറഞ്ഞ ക്യാഷ് എനിക്ക് ഇന്ന്, ഇപ്പോഴും അല്ലെങ്കിൽ നാളെ എനിക്ക് വേണം. എന്റെ ആവശ്യങ്ങളെല്ലാം EMI അടയ്ക്കാൻ മുടങ്ങി. EMI അടയ്ക്കാൻ പൈസ ഇല്ല. ആ പൈസ എടുത്ത് നീ എന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് ചെലവാക്കി കഴിഞ്ഞ്. ക്യാഷ് ഞാൻ ശരിക്കും ഇവർക്ക് പൈസ കൊടുക്കാനുണ്ട്, നിന്റെ ദൂരത്തൊന്ന് കുറയ്ക്ക്. ഞാൻ അങ്ങനെ വളർന്നവളാണ്, എനിക്ക് ജോലിക്ക് പോകാനും കഴിയില്ല. നിങ്ങൾ എല്ലാ ചെലവും നോക്കണം. നിങ്ങൾ ആ ജോലി കളയി, എന്നിട്ട് കുറച്ചുകൂടെ നല്ല ജോലിക്ക് ശ്രമിക്കുക. ഈ 10,000-40,000 രൂപ കൊണ്ട് ഒരു വീട്ടിലെ കാര്യമൊന്നും നടക്കില്ല. നിങ്ങൾ അതിലും വലിയ ജോലി കിട്ടുന്നത് ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ രാത്രി എന്തെങ്കിലും വേറെ ജോലിക്കും കൂടെ പോയി ശ്രമിക്കുക. എനിക്ക് ഈ രീതി ജീവിക്കാൻ പറ്റില്ല. എനിക്ക് നല്ല രീതിയിൽ ജീവിച്ചവളാണ് ഞാൻ, എനിക്ക് ആ രീതി പിന്നെ പറ്റൂ. നീ എന്റെ ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്, ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. നമുക്കൊരു ബിസിനസ് തുടങ്ങാം. വന്നായിരുന്നോ? എന്തു പറ്റി? തലവേദനയാണോ? അതെ, ഞാൻ പറഞ്ഞ ക്യാഷ് ഒക്കെ റെഡി ആയിട്ടുണ്ടോ? നീ കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. ഞാൻ കാരണോ? ഞാൻ എന്താ ഇത്? നീ എന്നെ കൊണ്ടില്ലാത്ത പണിയൊക്കെ ചെയ്യിപ്പിച്ച് ഞാൻ കടക്കാരനായി. കടം വാങ്ങിയവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ ഞാൻ ബാങ്കിൽ തിരിമറി നടത്തി. എന്റെ ജോലി നഷ്ടപ്പെട്ട് ബാങ്ക് കണ്ടുപിടിച്ച് അതിപ്പോ വലിയ പ്രശ്നമായിരിക്കുക. ഏത് നിമിഷവും പോലീസുകാർ വരും, എന്നെ അറസ്റ്റ് ചെയ്യും. അതിന് തിരിമറി നടത്തുന്ന എന്തിനായിരുന്നു? നിങ്ങക്ക് ശമ്പളം ഉണ്ടായിരുന്നല്ലോ. ഈ ശമ്പളത്തിൽ കവിഞ്ഞുള്ള ചെലവല്ലേ നീ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്? എന്താ ചെയ്യും? ഇനി ചെയ്യാനൊന്നുമില്ല. 48 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്ന് തിരിമറി നടത്തിയേക്കുന്നത് ഞാൻ. എന്താ ചെയ്യും?
ഞാൻ ആരെങ്കിലും വിളിക്കട്ടോ? ആരെ വിളിച്ചിട്ടും ഇനി ഒരു കാര്യമില്ല. എല്ലാ ഫയലുകളും പരിശോധന നടത്തി എല്ലാത്തിലും തെളിഞ്ഞു കഴിഞ്ഞു. ഞാൻ മാത്രമാണ് ഇതിന് ഉത്തരവാദി. പോലീസ് ഓരോന്ന് പേടിച്ചങ്ങാണ്ട് ചെയ്തതാണ്. തിരിമറി നടത്തി നാണക്കേടും കൊടുത്ത് ചെയ്തതാണ്. എനിക്ക് നഷ്ടപ്പെടാൻ കാരണക്കാര് ഞാൻ മാത്രമാണ്. എന്റെ ദൂർത്താണ്. ഞാൻ മുമ്പേ മനസ്സിലാക്കിയില്ലല്ലോ. വലിയ കേസാവും, മീഡിയയുടെ മുമ്പിലെല്ലാം വരും. നാണക്കേടാണല്ലോ എന്നോർത്ത് എത്രയും വലിയ കള്ളത്തരം ചെയ്തേന്. അത് ചെയ്യിപ്പിച്ച ഞാനായിപ്പോയി. എന്റെ അഹങ്കാരമായിപ്പോയി, എന്റെ ദൂർത്തായിപ്പോയി. ഇത് ചെയ്യരുതായിരുന്നു